In the picture below, a triangle is drawn joining the ends of the diameter of a circle and another point on the semicircle, and then the semicircles on the other sides of the triangle as diameter. Prove that the sum of the areas of the blue and red crescents in the second picture is equal to the area of the triangle. അതായത് താഴെ ഫിഗറിൽ ഒരു ഗ്രീൻ കളർ സെമിസർക്കിൾ വെച്ചിട്ടുണ്ട്. ഈ സെമിസർക്കിളിലെ ഒരു പോയിന്റിൽ നിന്നും ഈ സെമിസർക്കിളിന്റെ ഡയമീറ്ററിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിൽ എന്ത് വരച്ചിട്ടുണ്ട്? രണ്ട് സെമി സർക്കിൾസ് വെച്ചിട്ടുണ്ട്. ബ്ലൂ കളറിലെ ഒരു സെമി സർക്കിൾ വെച്ചിട്ടുണ്ട്, റെഡ് കളറിലെ ഒരു സെമി സർക്കിൾസും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫിഗറിൽ ഫോം ചെയ്തിട്ടുള്ള ഒരു ബ്ലൂ ക്രസന്റിന്റെയും റെഡ് ക്രസന്റിന്റെയും കൂടി ഏരിയ ഈ ട്രയാങ്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ ട്രയാങ്കിളിന് നെയിം ചെയ്യാം എ ബി സി. ഓക്കെ, ആംഗിൾ എ ബി സി എന്താണ്? 90 ഡിഗ്രി ആണ് അല്ലേ? ആംഗിൾ എ ബി സി ഈസ് ഇക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ഇത് സെമി സർക്കിളിലെ ഒരു ആംഗിൾ ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. സോ അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റൈറ്റ് ട്രയാങ്കിളിലെ പെർപെൻഡിക്കുലർ സൈഡ്സിൽ വരച്ചിട്ടുള്ള സെമി സർക്കിൾസിന്റെ ഏരിയയുടെ സമ്മ് എന്ന് പറയുന്നത് ഈ ഹൈപ്പോന്യൂസിൽ വരച്ചിട്ടുള്ള സെമി സർക്കിളിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സിൽ രണ്ട് സെമി സർക്കിൾസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെമി സർക്കിൾസിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈപ്പോന്യൂസിൽ വെച്ചിട്ടുള്ള സെമി സർക്കിളില്ലേ ഇതിന്റെ ഏരിയക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഫിഗറിൽ ഈ റൈറ്റ് ട്രയാങ്കിൾ ആണ് എ ബി സി. എ ബി സി എന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എ ബിയും ബി സിയും അല്ലേ? അപ്പോൾ എ ബിയിൽ വരച്ചിട്ടുള്ള സെമി സർക്കിൾ ആണ് ബ്ലൂ സെമി സർക്കിൾ, അതേപോലെ ബി സിയിൽ വരച്ചിട്ടുള്ള സെമി സർക്കിൾ ആണ് റെഡ് സെമി സർക്കിൾ അല്ലേ? അപ്പോൾ ഈ രണ്ട് സെമി സർക്കിൾസിന്റെയും ഏരിയ, ബ്ലൂ സെമി സർക്കിളിന്റെയും റെഡ് സെമി സർക്കിളിന്റെയും കൂടി ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഈ എ സി സെമി സർക്കിൾ വരച്ചിട്ടുണ്ടല്ലോ, അതാണ് എന്ത് ഗ്രീൻ കളറിൽ സെമി സർക്കിൾ അല്ലേ? അതായത് ഫിഗറിൽ തന്നിട്ടില്ലേ ഗ്രീൻ കളർ സെമി സർക്കിൾ ഇല്ലേ, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ബ്ലൂ സെമി സർക്കിളിന്റെയും ഈ റെഡ് സെമി സർക്കിളിന്റെയും ഏരിയയുടെ സമ്മിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ plus area of red semicircle. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ ബ്ലൂ ക്രസന്റിന്റെയും റെഡ് ക്രസന്റിന്റെയും ഏരിയ ആണ്. ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഈ മൂൺ ഷേപ്പില്ലേ, മൂൺ ഷേപ്പിലുള്ള പാർട്ടിനാണ് ക്രസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ ബ്ലൂ ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതാണ് ബ്ലൂ ക്രസന്റ് എന്ന് പറയുന്നത്, ഈ മൂൺ ഷേപ്പിലുള്ള പോർഷൻ. അതേപോലെ റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം മാർക്ക് ചെയ്തിട്ടില്ലേ റെഡ് കളറിലെ, ഇതാണ് റെഡ് ക്രസന്റ്. ഈ രണ്ട് ഏരിയയുടെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഫിഗറിൽ എന്താണുള്ളത്? ഫിഗറിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട് അല്ലെ? ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഒരു സൈഡിൽ ഒരു ബ്ലൂ സെമി സർക്കിൾ ഉണ്ട് അല്ലേ? അതേപോലെ മറ്റേ സൈഡിൽ ഒരു റെഡ് സെമി സർക്കിൾ ഉണ്ട് അല്ലേ? അപ്പോൾ ക്രസന്റ് ഫോം ചെയ്തത് എപ്പോഴാണ്? ഇത്രയും ഏരിയയിൽ നിന്നും അല്ലേ? ഇത്രയും ഏരിയയിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഒരു ഗ്രീൻ കളറിൽ ഒരു സെമി സർക്കിൾ വരച്ചില്ലേ? അപ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്തു? ക്രസൻസ് ഫോം ചെയ്തു അല്ലേ? അപ്പോൾ ഈ ക്രസൻസിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആദ്യം വരച്ച പോർഷനിൽ, അതായത് ഒരു ട്രയാങ്കിൾ ഉണ്ട്, പിന്നെ ഒരു ബ്ലൂ സെമി സർക്കിൾ ഉണ്ട്, റെഡ് സെമി സർക്കിൾ ഉണ്ട് അല്ലേ? ഇത്രയും പോർഷനിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഇവിടെ ഒരു സെമി സർക്കിൾ, ഗ്രീൻ സെമി സർക്കിൾ, ഇത്രയും പോർഷന് മൈനസ് ചെയ്യണം. ഇത്രയും പോർഷന്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഏരിയ ഓഫ് ബ്ലൂ ക്രസന്റ് ആൻഡ് ഏരിയ ഓഫ് റെഡ് ക്രസന്റ് കിട്ടും അല്ലേ? സോ ഏരിയ ഓഫ് ബ്ലൂ ക്രസന്റ് പ്ലസ് ഏരിയ ഓഫ് റെഡ് ക്രസൻസ് അല്ലെങ്കിൽ സം ഓഫ് ഏരിയസ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ക്രസൻസ് എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമി സർക്കിൾ മൈനസ് എന്താണ് മൈനസ് ചെയ്യുന്നത്? ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ. ഓക്കെ,
So this is equal to area of triangle, area of blue semicircle plus area of red semicircle എന്ന് പറയുന്നത് എന്താണ്? നമ്മളിവിടെ കണ്ടല്ലോ, ഏരിയ ഓഫ് ബ്ലൂ സെമിസർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമിസർക്കിൾ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിൾ ആണല്ലേ. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ബ്ലൂ സെമിസർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമിസർക്കിളിന് പകരം ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിൾ എന്ന് കൊടുക്കാം. ഓക്കെ, പിന്നെ മൈനസ് ഈ ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിളും. ഓക്കെ, അപ്പോൾ എന്ത് പറ്റി? ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണല്ലേ. ഒരു നമ്പർ അതേ നമ്പർ മൈനസ് ചെയ്ത 0 അല്ലേ. അപ്പോൾ ഇതെന്ത്, ഈ പോർഷൻ എന്തായിട്ട് 0 ആയിട്ട് പോകും അല്ലേ. സോ ദിസ് ഈസ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് ഏരിയസ് ഓഫ് റെഡ് ആൻഡ് ബ്ലൂ ക്രസൻസ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് കിട്ടും. കാരണം ഇത്രയും പോർഷൻ ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഗ്രീൻ സെമിസർക്കിൾ എന്താ? 0 ആയിട്ട് പോകും അല്ലേ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ. ഇതിൻ്റെ റീസൺ നമുക്ക് എഴുതാം. എന്താണ്? Area of semicircle drawn at hypotenuse is equal to sum of areas of semicircle drawn at perpendicular sides. In the picture, AB and CD are perpendicular chords of the circle. Prove that the arcs APC and BQD joined together make a semicircle. അതായത് താഴെ ഫിഗറിൽ ABയും DCയും CDയും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ APC എന്ന ആർക്കും BQD എന്ന ആർക്കും കൂടി ജോയിൻ ചെയ്യുമ്പോൾ ഒരു സെമി സർക്കിൾ ഫോം ചെയ്യും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കറിയാം ഒരു സെമി സർക്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇതാണ് ഒരു സെമി സർക്കിൾ എങ്കിൽ ഇത് അതിൻ്റെ സെൻറ്റർ ആണെങ്കിൽ ഈ സെമി സർക്കിളിൻ്റെ സെൻറ്ററിലുള്ള ആംഗിൾ എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ രണ്ട് ആർക്സ് APC എന്ന ആർക്കും BQD എന്ന ആർക്കും ജോയിൻ ചെയ്താൽ സെമി സർക്കിൾ ആവും എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ BQDയുടെ സെൻട്രൽ ആംഗിളും APCയുടെ സെൻട്രൽ ആംഗിളും ആഡ് ചെയ്താൽ 180 കിട്ടും എന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ. അങ്ങനെ പ്രൂവ് ചെയ്താൽ എന്ത് പ്രൂവ് ചെയ്യാം? BQDയും APCയും എന്ന ആർക്സ് ജോയിൻ ചെയ്താൽ സെമി സർക്കിൾ ആവുമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സെൻട്രൽ ആംഗിൾ വരയ്ക്കാം. APC എന്ന ആർക്കിനും BQD എന്ന ആർക്കിനും സെൻട്രൽ ആംഗിൾ വരയ്ക്കാം. സെൻറ്റർ മാർക്ക് ചെയ്യാം. എവിടെയെങ്കിലും റഫായിട്ട് സെൻറ്റർ O എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി സെൻട്രൽ ആംഗിൾ BQD സെൻട്രൽ ആംഗിൾ കാണണമെങ്കിൽ BQD എന്ന ആർക്കിൻ്റെ എൻസ് Bയും D അല്ലേ. അപ്പോൾ ആ എൻസിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. Dയിൽ നിന്നും ജോയിൻ ചെയ്യാം, അതേപോലെ Bയിൽ നിന്നും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് BQDയുടെ സെൻട്രൽ ആംഗിൾ. ഓക്കെ, അതേപോലെ ഇനി APCക്ക് സെൻട്രൽ ആംഗിൾ വരയ്ക്കാം. APCയുടെ സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ എയും സിയും അല്ലേ എൻസ്. അപ്പോൾ ആ എൻസിൽ എയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം, അതേപോലെ സിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APC. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ആർക്സിൻ്റെയും സം കണ്ടുപിടിക്കാം. അത് 180 ആണോ എന്ന് നോക്കാം. ഓക്കെ, സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് APC പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് BQD. ഓക്കെ, ഈ രണ്ട് ആർക്സിൻ്റെയും സെൻട്രൽ ആംഗിൾസ് എന്താണ്? APCയുടെ സെൻട്രൽ ആംഗിൾ AOC ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ AOC പ്ലസ് BQDയുടെ സെൻട്രൽ ആംഗിൾ എന്താ? ആംഗിൾ BOD. ഓക്കെ, ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എത്രയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ AD ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ പോയിന്റിന് നമുക്ക് R എന്ന് കൊടുക്കാം. ഈ ആംഗിൾ നോക്കൂ, ആംഗിൾ ADR എന്ന് പറയുന്നത് എന്താ? APC എന്ന ആർക്കിൽ എൻസിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റായ Dയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന ആംഗിളാണ് ആംഗിൾ ADR അല്ലേ. നോക്കൂ, APCയുടെ എൻസ് അല്ലേ Aയും Cയും അല്ലേ. അപ്പോൾ ഈ എൻസിൽ നിന്ന് സർക്കിളിലെ ഒരു പോയിന്റായ Dയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ADR എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ ADR എന്ന് പറയുന്നത് ഈ APCയുടെ സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ അതായത് APCയുടെ സെൻട്രൽ ആംഗിൾ എന്താ? ആംഗിൾ AOC അല്ലേ. അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ ആംഗിൾ ADCയുടെ ഡബിൾ ആയിരിക്കും ആംഗിൾ AOC എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ AOC ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ADC എന്ന് പറയും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക്
അറ്റ് എ പോയിന്റ് ഓൺ എ സർക്കിൾ ഈസ് ഈക്വൽ ടു ഹാഫ് ഇറ്റ്സ് സെൻട്രൽ ആംഗിൾ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആംഗിൾ എ ഡി സിയുടെ ഡബിൾ ആയിരിക്കും എന്ത് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി എന്ന് എഴുതാം അല്ലേ. കാരണം എന്താണ്, ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് ടു എ പോയിന്റ് ഓൺ റിമൈനിങ് പാർട്ട് ഓഫ് സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് സെൻട്രൽ. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ എ ഡി സി ആണ്. അതേപോലെ ഈ ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ ആണ് ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബി ഒ ഡി ആംഗിൾ ബി ഒ ഡി എന്തായിരിക്കും, ഇതേ റീസൺ കൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ ഫിഗർ നോക്കൂ, ഇവിടെ ഒരു ആംഗിൾ ഇല്ലേ, ഏത് ആംഗിൾ, ആംഗിൾ ബി എ ഡി. ഓക്കെ, ആംഗിൾ ബി എ ഡി എന്നത് ഈ ബി ഒ ഡി എന്ന ആംഗിളിൻ്റെ എന്താണ് ഹാഫ് ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ എൻസ് ആണല്ലോ ബിയും ഡിയും. ബിയും ഡിയും എന്ന എൻസിൽ നിന്നും, ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ എൻസായ ബിയിൽ നിന്നും ഡിയിൽ നിന്നും സർക്കിളിലെ ഒരു പോയിന്റായ എയിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ബി എ ഡി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ ബി ഒ ഡി. ബി ഒ ഡി അല്ലേ സെൻട്രൽ ആംഗിൾ, ബി ക്യു ഡിയുടെ സെൻട്രൽ ആംഗിളാണ് ബി ഒ ഡി അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് എന്താണ്, ഈ ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. ബി എ ഡി എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫാണ്. അപ്പോൾ ബി ഒ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ബി എ ഡിയുടെ ഡബിൾ ആയിരിക്കും അല്ലേ. അതായത് 2 ഇൻറ്റു ആംഗിൾ ബി എ ഡി. കാരണം എന്താ, സെയിം റീസൺ തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കണ്ടിരുന്ന ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത്, എ ഒ സി എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് 2 ഇൻറ്റു ആംഗിൾ ബി എ ഡി. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ടിനും 2 കോമൺ ആണ്. അപ്പോൾ 2 പുറത്തെടുക്കാം. 2 ഇൻറ്റു ആദ്യത്തെ ടേമിൽ 2 പുറത്തെടുത്ത ബാക്കി ആംഗിൾ എ ഡി സി പ്ലസ് രണ്ടാമത്തെ ടേമിൽ 2 പുറത്തെടുത്ത ബാക്കി ആംഗിൾ ബി എ ഡി. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി എത്രയാണ്, അതായത് ഈ രണ്ട് ആംഗിൾസ്. ഓക്കെ, ആംഗിൾ ബി എ ഡി എ ഡി സി ഈ ആംഗിളാണ്, ആംഗിൾ ബി എ ഡി ഈ ആംഗിളാണ്. ഈ രണ്ട് ആംഗിൾസിന് സം എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 2 ഇൻറ്റു 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ, 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി 180 ഡിഗ്രിയാണ്. അതിൻ്റെ അർത്ഥം എന്താണ്, ഈ രണ്ട് ആർക്സും ജോയിൻ ചെയ്താൽ സെമി സർക്കിൾ ഫോം ചെയ്യാം അല്ലേ. ഓക്കെ, ഇനി എങ്ങനെയാണ് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി 90 ഡിഗ്രി കിട്ടിയത് നോക്കൂ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എ ഡി ആർ അല്ലേ. ട്രയാങ്കിൾ എ ഡി ആറിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്താണ്, 180 ഡിഗ്രിയാണ് അല്ലേ. ഏതൊരു ട്രയാങ്കിളിൻ്റെയും സം ഓഫ് ആംഗിൾസ് 90 ഡിഗ്രിയാണ്. സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഈ ട്രയാങ്കിളിലെ ആംഗിൾസ് ആണ് ആംഗിൾ എ ഡി സി, ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി പ്ലസ് ഒരു 90 ഡിഗ്രി അല്ലേ. 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം, ഇവിടെ ഈ പ്ലസ് 90 ഡിഗ്രിയെ കെട്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 90 ഡിഗ്രി ആവും. സോ ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. അതെന്ന് പറഞ്ഞാൽ, സോ ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി ഈസ് ഈക്വൽ ടു എന്താണ്, 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ആംഗിൾ എ ഡി സി പ്ലസ് ആംഗിൾ ബി എ ഡി 90 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ.